അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1409, സൂറത്തുർ റഅദ് 19 മുതൽ 24 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. أفمن يعلم, അപ്പോൾ അറിയുന്ന ആള് ആണോ, അന്നമാ ഉൻസിലയിലേക്ക് മിർ റബ്ബിക്കൽ ഹഖു, നിശ്ചയം തങ്ങളിലേക്ക് തങ്ങളുടെ നാഥനിൽ നിന്ന് ഇറക്കപ്പെട്ടത് അവതരിപ്പിക്കപ്പെട്ടത് സത്യമാണ് എന്ന് അറിയുന്ന ആൾ ആണോ, കമൻ ഹുവ അഅ്മ, അന്ധനായ ആളെ പോലെയാണോ, അഥവാ രണ്ടാളും സമമാകുമോ? ഒരിക്കലും സമമാവില്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, നിശ്ചയം ബുദ്ധിയുള്ളവർ മാത്രമാണ് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലദീന യൂഫൂന ബി അഹദില്ല, ആ ബുദ്ധിയുള്ളവരുടെ ലക്ഷണം എന്താ? അല്ലദീന, ഒരു കൂട്ടരാണ് അവർ, യൂഫൂന ബി അഹദില്ല, അള്ളാഹുവിന്റെ കരാറിനെ അവർ പൂർത്തിയാക്കും. വലാ യൻഖുലൂനൽ മീസാഖ, കരാറുകൾക്ക് അവർ ലംഘനം കാണിക്കില്ല. വല്ലദീന, അവരൊരു വിഭാഗവുമാണ്, യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, ചേർക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ച എല്ലാ ബന്ധങ്ങളെയും അവർ ചേർത്തു കൊണ്ടുപോകും. വയഖ്ശൗന റബ്ബഹും, അവരുടെ നാഥനെ അവർ ഭയപ്പെടുകയും ചെയ്യും. വയഖാഫൂന സൂഅൽ ഹിസാബ്, ചീത്ത വിചാരണയെ അവർ ഭയപ്പെടുകയും ചെയ്യും. വല്ലദീന സബറു, അവർ ക്ഷമിക്കുകയും ചെയ്യുന്നവരാണ്. ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അവരുടെ നാഥന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്. വഅഖാമുസ്സലാത്ത, അവർ നിസ്കാരം നിലനിർത്തുന്നവരും. വഅൻഫഖൂ മിമ്മാ റസഖനാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. സിർറൻ വഅലാനിയത്തൻ, രഹസ്യമായും പരസ്യമായും. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, അവർ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്നവരാണ്. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അങ്ങനെയുള്ള ആളുകൾക്കാകുന്നു ലോകത്തിന്റെ പര്യവസാനം നന്നായി തീരുക എന്ന കണ്ടീഷൻ. അതോടൊപ്പം തന്നെ, അതായത് ജന്നാത്തു അദിൻ, സ്ഥിരതാമസത്തിന്റെ ഭവനങ്ങൾ അവർക്ക് ഉണ്ട്. യദ്ഖുലൂനഹ, ആ ഭവനങ്ങളിൽ അവർ പ്രവേശിക്കും. ഒമൻ സലഹ മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്ന് നന്മ പ്രവർത്തിച്ചവരും. വഅസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്ന് നല്ലത് ചെയ്തവരും. വദുർരിയാത്തിഹിം, അവരുടെ സന്താന പരമ്പരകളിൽ നിന്ന് നല്ലത് ചെയ്തവരും അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കും. വൽ മലായികത്തു, മലക്കുകൾ യദ്ഖുലൂന അലൈഹിം, അവരുടെ അടുത്ത് പ്രവേശിക്കും. മിൻ കുല്ലി ബാബിൻ, എല്ലാ വാതിലിലൂടെയും പ്രവേശിക്കും. എന്നിട്ട് മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ട കാരണത്താൽ നിങ്ങൾക്ക് സമാധാനം എന്ന്. ഫനിഅമ ഉഖ്ബദ്ദാർ, അപ്പോൾ ഏറ്റവും നല്ല പര്യവസാനം ഈ സ്വർഗം തന്നെയാകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. കഴിഞ്ഞ കുറെ ആയത്തുകളിൽ സത്യവിശ്വാസികളുടെയും സത്യനിഷേധികളുടെയും തമ്മിലുള്ള വ്യത്യാസം
വിവിധ ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ തുടർച്ച തന്നെയാണ് ഈ സൂക്തവും. അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ്. തങ്ങളുടെ നാഥനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് സത്യമാണെന്ന് അറിയുന്നവനാണോ കമൻ ഹുവ അഅ്മാ, അന്ധനെ പോലെയാണോ? രണ്ടുപേരും സമമാണോ? ഇവിടെ അന്ധൻ എന്ന് പറഞ്ഞതും സത്യമാണെന്ന് വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞതും തമ്മിൽ എന്തുള്ള കണ്ണ് കാണാത്ത ആള് എന്ന അർത്ഥത്തിലല്ല, അവരെ കണ്ണ് കാണാത്തവരോട് ഉപമിച്ചു പറഞ്ഞതാണ് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ കുറെ ഉദാഹരണങ്ങൾ അങ്ങനെ പറഞ്ഞു പോയല്ലോ. അതായത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇവിടെ നമുക്ക് യഖൂലു തആല, അല്ലാഹു പറയുകയാണ്, ലാ യസ്തവി മൻ യഅലമു മിനന്നാസി അന്നല്ലദീ ഉൻസില ഇലൈക യാ മുഹമ്മദു മിർ റബ്ബിക ഹുവൽ ഹഖ്. നബിയെ, തങ്ങളുടെ നാഥനിൽ നിന്ന് തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ ഇസ്ലാമിക നിയമസംഹിതയും അതൊക്കെ സത്യമാണെന്ന് അറിയുന്നയാൾ ഒരിക്കലും സമമല്ല. സത്യമാണെന്ന് അറിയാന്ന് പറഞ്ഞാൽ അല്ലദീ ലാ ശക്ക ഫീഹി വലാ മിരിയ വലാ ലബ്സ ഫീഹി വലാ ഇഖ്തിലാഫ ഫീഹി ബൽ ഹുവ കുല്ലുഹു ഹഖ്ഖുൻ യുസദ്ദിഖു ബഅ്ദുഹു ബഅ്ദൻ ലാ യുളാദു ശൈഉൻ മിൻഹു ശൈഅൻ ആഖർ ഫഅഖ്ബാറുഹു കുല്ലുഹാ ഹഖ്ഖുൻ വഅവാമിറുഹു വനവാഹിഹി അദ്ലുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അവതരിപ്പിച്ച സത്യമാണെന്ന് അറിയണയാൾ എന്ന് പറഞ്ഞാൽ ആ അറിവിന്റെ ബോധ്യത്തിന്റെ ശൈലി എങ്ങനെയാ? അള്ളാഹു അവതരിപ്പിച്ചത് സത്യമാണ്, അതിൽ യാതൊരു സംശയവുമില്ല, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല. അത് മുഴുവനും പരസ്പരം പൂരകങ്ങളായിട്ടുള്ള, ഒന്ന് മറ്റൊന്നിനെ നിരാകരിക്കുന്നതല്ല, മറിച്ച് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു അവതരിപ്പിച്ചത്. ആ ഖുർആനിലും അള്ളാഹു അവതരിപ്പിച്ചതിലുമുള്ള വൃത്താന്തങ്ങൾ, വാർത്തകൾ അതെല്ലാം സത്യമാണ്. അതിലുള്ള കൽപ്പനകളും വിരോധങ്ങളും എല്ലാം നീതി നിർവഹണത്തിന്റെ ഭാഗമാണ്. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകൾ അതെന്തു തന്നെയായാലും അത് നീതിയുടെ നിദർശനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു വാർത്ത, ഒരു വിവരം ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളെല്ലാം അത് കഴിഞ്ഞ കാലത്ത് നടന്നതിനെക്കുറിച്ചായാലും നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചായാലും ഇനി ഭാവിയിൽ വരാനിരിക്കുന്നതിനെ കുറിച്ചായാലും ഖുർആനിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടെങ്കിൽ അത് എക്സാക്ട് വിവരമായിരിക്കും. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിനും യാതൊരു അവകാശവുമില്ല എന്ന് അറിയുന്നയാൾ, അങ്ങനെ അത് കൃത്യമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നയാൾ, അയാൾ സമമാണോ? അയാളാണോ കമൻ ഹുവ അഅ്മാ, കണ്ണു കാണാത്തവനെ പോലെയാണോ? ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഖുർആനിനെ, അതേപോലെ തന്നെ ഇസ്ലാമിക നിയമസംഹിതയെ, ആ നിയമസംഹിതയുടെ യാതൊരു വസ്തുതയും മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിനെ വസ്തുതാപരമായി ചിന്തിച്ച് ഉൾക്കൊള്ളുകയോ ചെയ്യുന്നതിന് പകരം ഖുർആനിനോടുള്ള അന്ധമായ വിരോധം അത് വെച്ചു പുലർത്തി കണ്ണു കാണാതായിപ്പോ, കണ്ണു കാണാതാവുക എന്ന് പറഞ്ഞത് ആലങ്കാരികമായൊരു പ്രയോഗമാണ്. കണ്ണ് കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതുപോലെ അള്ളാഹുവിന്റെ ഖുർആനിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാത്തത് കൊണ്ട് ശരിയായ സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കാത്ത മനുഷ്യൻ, അത് അള്ളാഹു പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരാൾ, അതായത് കൃത്യമായ ബോധ്യം ഖുർആനിനെ സംബന്ധിച്ച് നിലനിർത്തിപ്പോകുന്ന ഒരാളും ആ ഖുർആൻ ശരിയാണോ തെറ്റാണോ, ഒരിക്കലും അത് ശരിയാവാനുള്ള സാധ്യതയില്ല എന്നൊക്കെ പറയുന്നവരും, ഇവർ രണ്ടു കൂട്ടരും ഒരിക്കലും സമമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, നിശ്ചയം ബുദ്ധിയുള്ളവർ മാത്രമേ ചിന്തിച്ചു മനസ്സിലാക്കുകയുള്ളൂ. അതായത് ഇബ്നു കസീർ രേഖപ്പെടുത്തിയതുപോലെ ഇന്നമാ യത്തഇദു വയഅതബിറു വയഅഖിലു ഉലുൽ ഉഖൂലി സലീമത്തി സഹീഹ, ശരിയായ ബുദ്ധിയുള്ള, ബുദ്ധി എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ ബുദ്ധിയില്ലാത്ത ആൾ ഭ്രാന്തൻ എന്നൊക്കെ അർത്ഥത്തിൽ, ആ അർത്ഥത്തിൽ മാത്രമല്ല, ഉൾക്കൊള്ളേണ്ടതിനെ ശരിയാം വിധം ഉൾക്കൊള്ളാൻ സാധിക്കുക. പലരുടെയും കാഴ്ചപ്പാടുകൾ വൈകല്യം നിറഞ്ഞതായിരിക്കും. ശരിയായി മനസ്സിലാക്കേണ്ടതിന് പകരം എന്തൊക്കെയോ തെറ്റായി മനസ്സിലാക്കും, അബദ്ധധാരണകൾ മനസ്സിൽ കൊണ്ടു നടക്കും. എന്നിട്ട് ശരിക്കെതിരെയുള്ള ചന്ദ്രഹാസം വിളക്കുന്ന സ്വഭാവം അവർ സ്വീകരിക്കുകയും ചെയ്യും. അവരാണ് വലിയ ബുദ്ധിരാക്ഷസന്മാർ, അതേപോലെ തന്നെ ബുദ്ധിജീവികൾ എന്നൊക്കെയായിരിക്കും നാട്യം. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ബുദ്ധിയുള്ളവരല്ല. അതാണ് സലീമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാര്യങ്ങളെ വസ്തുതാപരമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ബുദ്ധി. ആ ബുദ്ധിയുള്ളവർ എന്തിനെ എതിർക്കാനും നിരാകരിക്കാനും നിൽക്കില്ല? ഖുർആനിന്റെ അധ്യാപനങ്ങളെയോ ഖുർആന്റെ കൽപ്പനകളെയോ നിരാകരിക്കാനോ എതിർക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ നിൽക്കില്ല. അതാണ് ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, നിശ്ചയം ബുദ്ധിയുള്ളവർ മാത്രമാണ് ചിന്തിച്ചു മനസ്സിലാക്കുന്നവർ. അതായത് ശരിയായ ബുദ്ധി അല്ലാഹു തആല നൽകിയാൽ
അവർ കാര്യങ്ങളെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള വിജയത്തിന്റെ വഴികൾ അവർക്കറിയാം. ഇതെങ്ങനെയാണ് ഈ ശരിയായ ബുദ്ധി നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്? ഇപ്പൊ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ നോൺസെൻസ് പറയുന്നത് നമുക്കറിയാം, അല്ലെ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ വിലയിരുത്തിയാൽ ഞങ്ങൾ വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്, ഞങ്ങൾ നല്ല യുക്തിയുള്ളവരാണ് എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഏറ്റവും വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവരെങ്ങനെ ബുദ്ധിജീവികളാന്ന് പറഞ്ഞത്? അവിടെ ഇസ്ലാം പറഞ്ഞ ബുദ്ധി എന്ന് പറഞ്ഞത് എന്താ? കാര്യങ്ങളെ ശരിയായി ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നതാണ്. ആ ബുദ്ധിയുള്ള ആളുകൾ ഖുർആനിന്റെ കൽപ്പനകളെ, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെ ഒരിക്കലും നിരാകരിക്കില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം ഖുർആനിന്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് ത്രികാലജ്ഞാനിയായ നാഥന്റെ സ്റ്റേറ്റ്മെന്റാണ്, അല്ലേ? അള്ളാഹുവാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ആ ശക്തിയുടെ പ്രത്യേകത എന്താ? കഴിഞ്ഞ കാലത്ത് നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി ഭാവിയിൽ നടക്കാനിരിക്കുന്നതും എന്തൊക്കെയാണ് എന്ന് പ്ലാൻ ചെയ്തവനാണ് ആ അള്ളാഹു. അവന്റെ അറിവിൽപ്പെടാത്ത ഒരു സംഗതിയും ലോകത്ത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ നടക്കുന്നില്ല, ഇനി നടക്കാൻ പോകുന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള നാഥൻ ഒരു നിരീക്ഷണം നമ്മളോട് പറഞ്ഞാൽ നിലവിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് അപൂർണമായ അറിവ് മാത്രമുള്ള നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കഥയില്ല എന്ന കഥ പോലും ഇല്ലാത്തവരായി മാറുന്ന അങ്ങേയറ്റം പരിഹാസ്യരാണ് നമ്മൾ എന്നല്ലേ വരിക. അതുകൊണ്ടാണ് ഖുർആൻ പറയണത് ബുദ്ധിയുള്ളവർ ഖുർആൻ ശരിയാണെന്ന് സമ്മതിക്കും. കാരണം ഖുർആൻ അവതരിപ്പിച്ച അതിന്റെ ഓദർ അത് ത്രികാലജ്ഞാനിയാണ്. കഴിഞ്ഞ കാലത്ത് നടന്നതും ഇപ്പോൾ നടക്കുന്നതും ഇനി ഭാവിയിൽ നടക്കാനിരിക്കുന്നതും കൃത്യമായി അറിയുന്നവനാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, എത്ര ചിന്താശേഷി ഉണ്ട് എന്ന് പറയുന്ന ആളാണെങ്കിലും അവന്റെ നിരീക്ഷണങ്ങൾ തെറ്റാം, അവൻ പറയുന്നത് ശരിയാവാതിരിക്കാം. നാളെ അങ്ങനെ നടക്കുമെന്ന് അവൻ നിരീക്ഷിച്ചാൽ അങ്ങനെ അവൻ നിരീക്ഷിച്ചതുമായിട്ട് ഒരു ബന്ധമല്ലാത്തതായിരിക്കാം ഒരു പക്ഷേ നാളെ സംഭവിക്കുന്നത്. എന്നാൽ നാളെ എന്ത് സംഭവിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ച ശക്തിയാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അള്ളാഹു താല നാളേക്കുള്ള വേണ്ടി ഒരു സംഗതി തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ തെറ്റുവരുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ചിന്താശേഷിയുള്ളവൻ അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ അത് ശരിയാണ്, അത് സത്യമാണ് എന്ന് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവനാകും എന്ന്. അപ്പൊ ഖുർആനെ നിരാകരിക്കാനും നിഷേധിക്കാനും നിൽക്കുന്നവൻ കാര്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന, വസ്തുതകളെ വസ്തുതകളായി ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടാത്ത, അങ്ങേയറ്റം ശുഷ്കിച്ച മസ്തിഷ്കത്തിന്റെ വക്താക്കളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ബുദ്ധിയുള്ളവരെ എന്ന് പലപ്പോഴും അള്ളാഹു വിളിക്കുന്നുണ്ട്. ബുദ്ധിയുള്ളവർ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്നിട്ടും എന്തേ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ പലപ്പോഴും ഖുർആനിന്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യുന്നത്, ഇസ്ലാമിന്റെ നിയമസംഹിതകളെ വെല്ലുവിളിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അതിന്റെ ശരിയായ അർത്ഥം എന്താണ്? ശരിക്കുള്ള ബുദ്ധി അവർക്കില്ല എന്ന് തന്നെയാണ്. കാരണം ശരിക്കുള്ള ബുദ്ധിയുള്ള ആളുകൾ പ്രായോഗികമായി ചിന്തിക്കണ്ടേ? പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ വിവരം കുറഞ്ഞവർ ഒരാള് വിവരമുള്ള പൂർണ്ണമായി കാര്യങ്ങൾ അറിയുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെന്റിനെ അവിശ്വസിക്കുകയോ അതിനെ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യില്ലല്ലോ. എനിക്ക് ഇവിടെ എന്റെ അടുത്തുള്ള സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ള ഞാൻ, ഈ എന്റെ മുന്നിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരാള് അപ്പുറത്തുനിന്ന് ഗസ് ചെയ്തിട്ട് ഊഹിച്ചിട്ട് അവൻ അതിനെതിരിൽ നിങ്ങളാ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് നമ്മളെന്താ വിലയിരുത്തുക? ഈ ചങ്ങാതി ശരിക്കും പൊട്ടനാണെന്നല്ലേ വിലയിരുത്തുക? എങ്കിൽ ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച അള്ളാഹു, വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നേരത്തെ തന്നെ പറയാൻ അറിയുന്ന അള്ളാഹു, ആ അള്ളാഹു താല ഭാവിയുടെ കൂടി കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തീരുമാനങ്ങളും നയങ്ങളും പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിച്ച നയങ്ങളെ നിലവിൽ തനിക്ക് ലഭിച്ച അപൂർണമായ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ, ചില കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പൂർണ്ണമായ അറിവുമുള്ള അള്ളാഹുവിന്റെ തീരുമാനത്തെ ഒരാൾ കൗണ്ടർ ചെയ്യാൻ വന്നാൽ, ആ തീരുമാനത്തെ ഒരാൾ വെല്ലുവിളിക്കാൻ വന്നാൽ അവനവന്റെ പരിമിതിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത സാധുവാണ് ആ മനുഷ്യൻ എന്നല്ലേ നമുക്ക് പറയാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ബുദ്ധിയുള്ളവർ ചിന്തിച്ചു മനസ്സിലാക്കും. അവരൊരിക്കലും തന്നെ അള്ളാഹു അവതരിപ്പിച്ചത് ശരിയല്ല
എന്ന് പറയില്ല. കാരണം അവരുടെ പരിമിതിയും അള്ളാഹുവിന്റെ പൂർണ്ണതയും ഇത് രണ്ടും അവർ ഉൾക്കൊള്ളും. അത് ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടാത്തവൻ വാസ്തവത്തിൽ മനസ്സ് എന്തായവനല്ല, പൂർണ്ണതയിലെത്തുന്നവനല്ല എന്ന് ചുരുക്കം. എന്നിട്ട് ആ ബുദ്ധിയുള്ളവർക്ക് ചില ലക്ഷണങ്ങൾ അള്ളാഹു പറയാണ് ഇനി. അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്. ബുദ്ധിയുള്ള മനുഷ്യന്മാർ അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹ്, അള്ളാഹുവിന്റെ കരാറ് പൂർത്തിയാക്കുന്നവരാണ്. വലാ യൻഖുദൂനൽ മീസാഖ, ഉടമ്പടിക്ക് എതിര് പ്രവർത്തിക്കാത്തവരുമാണ്. അത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. കരാറ് പാലിക്കുമ്പോൾ വാക്ക് ലംഘിക്കില്ല, വാക്ക് ലംഘിക്കുമ്പോൾ കരാറ് പാലിക്കാനും സാധിക്കില്ല. അതായത് യഥാർത്ഥ ബുദ്ധിയുള്ള മനുഷ്യൻ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളും അവന്റെ കരാറുകളും കൃത്യമായി പാലിക്കും. എന്നാൽ കപടന്മാരും അവിശ്വാസികളും എന്ത് ചെയ്യില്ല? അവര് അള്ളാഹുവിന്റെ കൽപ്പനകൾ, അതേപോലെ തന്നെ അവന്റെ നിർദ്ദേശങ്ങൾ, അവന്റെ വിധിവിലക്കുകൾ, അവനോട് ഏറ്റിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതൊന്നും നടപ്പാക്കില്ല. അതായത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ വലൈസൂക്കൽ മുനാഫിഖീൻ, ആ ബുദ്ധിരാക്ഷസന്മാർ ഒരിക്കലും തന്നെ കപടന്മാരെ പോലെയല്ല. അല്ലദീന ഇദാ ആഹദ അഹദുഹും ഗദർ, കപടന്മാരുടെ സ്വഭാവം എന്താ? അവർ ആരോടെങ്കിലും വല്ല കരാറും ചെയ്താൽ ആ കരാറിൽ അവർ ലംഘനം കാണിക്കും, അതിലവർ ചതി പ്രയോഗിക്കും. വൈദാ ഖാസമ ഫജർ, തെറ്റിയാൽ അവർ തോന്നിയാസം പറയും. വൈദാ ഹദ്ദസ കദിബ്, വർത്താനം പറഞ്ഞാൽ നുണ പറയും. വൈദത്തുമിന ഖാൻ, വിശ്വസിച്ചാൽ വഞ്ചിക്കും. അപ്പൊ ഇതൊക്കെ കപടന്മാരുടെ, നിഷേധികളുടെ, ബുദ്ധി കുറഞ്ഞവരുടെ സ്വഭാവങ്ങളാണ്. എന്നാൽ ബുദ്ധിയുള്ള ആളുകൾ, ശരിയായ ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ അവരൊരു വാക്കു പറഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും. ആ വാക്ക് പാലിക്കാനും അത് നടപ്പാക്കാനും ഏതറ്റം വരെയും കഷ്ടപ്പെടാൻ അവർ തയ്യാറാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും ഒക്കെ ജീവിതത്തിൽ ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരാളോടൊരു വാക്കു പറഞ്ഞിട്ട് ആ വാക്ക് പാലിക്കാൻ വേണ്ടി ദിവസങ്ങളോളം അദ്ദേഹത്തെയും വഴിയോരത്ത് കാത്തുനിന്ന സംഭവം വരെ മുത്തുനബിന്റെ ജീവിതത്തിലും സഹാബത്തിന്റെ ജീവിതത്തിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ കരാർ എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് അള്ളാഹുവുമായി നമ്മൾ ആത്മീയ ലോകത്ത് വെച്ചുണ്ടാക്കിയ കരാറാണ് അതിന്റെ പ്രധാന ഭാഗം. ആ കരാർ എന്താ? അള്ളാഹു നമ്മുടെ റബ്ബല്ലയോ, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ നാഥനല്ലയോ, നിങ്ങളെ ശൂന്യതയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക്, ഉണ്മയിലേക്ക് കൊണ്ടുവന്നത് ഞാനല്ലയോ, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നത് ഞാനല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചു. അപ്പൊ ആത്മീയ ലോകത്ത് വെച്ച് എല്ലാവരും പറഞ്ഞു, ബലാ, അതെ, നീ ഞങ്ങളുടെ റബ്ബാണ്, നീ ഞങ്ങളുടെ രക്ഷിതാവാണ്, നീയാണ് ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള സംവിധാനവും തന്നത് എന്ന്. എന്നാൽ ആ തന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിനെ മാത്രം അനുസരിക്കണം, അവനെ മാത്രം ആരാധിക്കണമെന്ന് അല്ലാഹു തആല അന്നു തന്നെ കരാറ് സ്വീകരിച്ചു എല്ലാവരോടും. എന്നാൽ ആ കരാർ അന്നു നടപ്പാക്കിയത് ഓർമ്മയില്ലാത്ത നമുക്ക് അത് ഓർമ്മപ്പെടുത്തി തരാൻ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. അവര് നമ്മളോട് വന്നത് ഓർമ്മപ്പെടുത്തി, നിങ്ങൾ പണ്ടിങ്ങനെ കരാറ് സ്വീകരിച്ചവരാണ്, വാക്കു പറഞ്ഞവരാണ്, ആ വാക്കു പാലിക്കാൻ നിങ്ങൾക്ക് കടമയുണ്ട് എന്നവർ ഓർമ്മപ്പെടുത്തി. പക്ഷേ ആ ഓർമ്മപ്പെടുത്തിയിട്ടും അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ കരാറിന് ലംഘനം കാണിക്കുന്നവരായി കുറെ ആളുകളുണ്ട്. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർ വാക്കു പറഞ്ഞത് പാലിക്കുന്നവരാണ്. അതാണ് അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ്, അള്ളാഹുവിന്റെ കരാറുകളെ പൂർത്തിയാക്കി വീട്ടുന്നവരാണവർ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അഹദ് മീസാഖ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം ആത്മീയ ലോകത്ത് നടന്നിട്ടുണ്ട്. അന്ന് അള്ളാഹുവാണ് റബ്ബ് എന്ന് എല്ലാവരും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അംഗീകരിച്ചതിന്റെ അന്തസത്തക്ക് നിരക്കാത്ത ശൈലിയും സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലും നമ്മൾ നിരന്തരമായി എടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അതോടൊപ്പം തന്നെ അല്ലാഹു തആല ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലാഹു ചെയ്യരുതെന്ന് വിലക്കിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതെല്ലാം ഈ കരാറു പാലനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് സ്ഖലിതങ്ങൾ സംഭവിക്കുമ്പോഴെല്ലാം, തെറ്റുകൾ പറ്റുമ്പോഴെല്ലാം കരാറിന്റെ ലംഘനത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ നടന്നടുക്കുമെന്ന് മനസ്സിലാക്കി കടമകൾ നിർവഹിക്കുന്നിടത്തും ബാധ്യതകൾ നടപ്പാക്കുന്നിടത്തുമൊക്കെ നല്ല ശ്രദ്ധയും ജാഗ്രതയും നമുക്ക് വേണമെന്നാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുകയും
വെച്ചു പുലർത്തുകയും വേണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.